കരുനാഗപ്പള്ളിയിൽ ആകെ പ്രശ്നമാണ്. പല സമ്മേളനങ്ങളും നേരത്തെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇങ്ങോട്ട് അടിപിടിയും തർക്കവും ബഹളവുമായി പലതും മാറ്റിവെക്കുന്ന സാഹചര്യം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാന നേതാക്കൾ, ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ മാത്രമല്ല, ഈ മുതിർന്ന സംസ്ഥാന നേതാക്കൾ, ആ പ്രാദേശിക നേതാക്കളല്ല സംസ്ഥാന നേതാക്കൾ വരുമ്പോൾ അവരെ പോലും തടഞ്ഞു വെക്കുന്നു. ഇത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വാർത്ത എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ കണ്ടതാണ് ആ വാഹനത്തിന് മുന്നിലും പിന്നിലും കിടന്ന് പ്രതിഷേധിച്ചത്. സംസ്ഥാന നേതാവിന്റെ വാഹനം ഒരിഞ്ച് പിന്നോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച CPM പ്രവർത്തകരാണ്, മാധ്യമ പ്രവർത്തകരല്ല. അത്രത്തോളം വിഭാഗീയത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, ഭിന്നത, നേതാക്കളുടെ പ്രവർത്തനത്തിൽ കടുത്ത അമർഷം അത് ആ മേഖലയിലെ പ്രവർത്തകർക്കുണ്ടെന്നാണ് ഈ വാക്കുകളിലെല്ലാം തെളിയുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഈ പ്രവർത്തകർക്കുണ്ട്. ഇപ്പം നേരത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ അടക്കം വന്ന വാഹനമാണിത്. ഒടുവിൽ അദ്ദേഹത്തിന് ഈ വാഹനം ഉപയോഗിച്ച് മറ്റൊരു ഇവിടുത്തെ പ്രവർത്തകന്റെ വാഹനത്തിൽ പോകേണ്ട അവസ്ഥ പോലും വന്നു. എന്തായാലും ഇപ്പോൾ ഇവർ പ്രവർത്തകരെ മാറ്റിയ ശേഷം, ഈ നേതാക്കൾ പോയ ശേഷം ഈ ഡ്രൈവർ വാഹനവുമായി നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. തൊട്ട് പിന്നാലെ വരുന്നത് സോംപ്രസാദ്, CPM-ന്റെ മുതിർന്ന നേതാവും CPM-ന്റെ മുൻ MP അടക്കമാണ്. അദ്ദേഹത്തിന്റെ വാഹനമാണ്. അദ്ദേഹത്തിനും ഈ വാഹനം ഉപയോഗിച്ച് ഇവിടെ നിന്ന് നടന്നു പോകേണ്ട അവസ്ഥയാണ് കണ്ടത്. ഈ പറഞ്ഞതുപോലെ നേതാക്കളടക്കം ഇപ്പോൾ പുറത്ത് കാൽനടയായി എത്തി അവിടെ നിന്ന് സ്വന്തം വാഹനത്തിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ഇത് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധമാണ്, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർ വലിയ അമർഷത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച്, കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് ഈ കാണുന്നവരെല്ലാം. അവരെല്ലാം പറഞ്ഞത്, ഇപ്പോൾ കാപെക്സിന്റെ ചെയർമാനും കൂടിയായ ശങ്കരപിള്ളയാണ്. അദ്ദേഹം ഈ വാഹനത്തിൽ, ഇപ്പോൾ അദ്ദേഹത്തിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനും വലിയ പ്രതിഷേധം അദ്ദേഹത്തിന് നേരെയും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ സമ്മേളനം അവസാനിപ്പിച്ച് നേതാക്കൾ പുറത്തേക്ക് പോയി ഈ പ്രവർത്തകരടക്കം സംഘടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെയും ഈ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ഈ നേതാക്കളെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ക്യാമറ അതിന്റെ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം കാണിക്കും. കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരത്തെ CPM ലോക്കൽ സമ്മേളനത്തിലാണ് ഇത്ര നാടകീയമായ, അല്ലെങ്കിൽ CPM-ൽ കണ്ടിട്ടില്ലാത്ത കാഴ്ച, അസാധാരണമായ കാഴ്ച കണ്ടത്. നേതാക്കളെ പ്രവർത്തകർ പൂട്ടിയിട്ടു. അതും സാധാരണ പ്രവർത്തകരല്ല, ലോക്കൽ സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ പൂട്ടിയിട്ടത്. ആ വിവരം റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ലോക്കൽ സമ്മേളനം നടക്കുന്ന ഹാളിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല, അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുവെന്ന് പ്രവർത്തകർ തന്നെ, അല്ലെങ്കിൽ CPM-ന്റെ തന്നെ അംഗങ്ങൾ വിളിച്ചറിയിച്ച അനുസരിച്ചാണ് മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതൊരു മാധ്യമ സൃഷ്ടിയല്ല എന്ന് തെളിയുന്നു. CPM സംസ്ഥാന കമ്മിറ്റി നേതാവിന്റെ വാഹനത്തിന് മുന്നിലും പിന്നിലും കിടന്ന് പ്രതിഷേധിച്ചത് അവിടുത്തെ പ്രവർത്തകരാണ്. ഇപ്പോഴെന്താ നേതാക്കന്മാരുടെ വാഹനം തടഞ്ഞ് അവിടെ പ്രതിഷേധം നടക്കുകയാണ്. അരുൺ, എന്താണ് സംഭവിക്കുന്നത്? പ്രവർത്തകർ തമ്മിൽ തല്ലുകയാണോ? ഇപ്പോൾ പുറത്തേക്ക് വന്ന വാഹനം നേരത്തെ സംസ്ഥാന നേതാക്കളുടേതാണ്. ആ സംസ്ഥാന നേതാക്കൾ വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ പ്രതിഷേധവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും അടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ വാഹനത്തിന് നേരെ പ്രതിഷേധം ഉണ്ടായതിനപ്പുറം ആ വാഹനത്തിന് നേരെ കയ്യേറ്റമുണ്ടായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംസ്ഥാന നേതാക്കൾ വാഹനവുമായി പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. എന്തായാലും ഈ പ്രതിഷേധം സ്വാഭാവികമാണ്. കാരണം നേരത്തെ നമ്മളോടൊക്കെ സംസാരിച്ച ഈ പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം വർഷം പാർട്ടിക്ക് വേണ്ടി അവർ ശ്രമിച്ചതാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അവർക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഈ സമ്മേളന നഗരിക്ക് പുറത്തുമടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുകയാണ്. ഈ വാഹനത്തിന്റെ ചില്ലടക്കം പൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സംസ്ഥാന നേതാക്കളുടെയും ജില്ലാ നേതാക്കളുടെയും വാഹനത്തിന് നേരെയടക്കം പ്രതിഷേധം ഉണ്ടായതാലും ഈ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഈ സ്ഥലത്തേക്ക് എത്തിയില്ല. എന്തായാലും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ DYFI-യുടെയും CPM-ന്റെയും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ഇവിടെയുള്ളത്. എന്തായാലും കുലശേഖരപുരത്ത് ലോക്കൽ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ആ ലോക്കൽ സമ്മേളനം അവസാനിച്ച രീതിയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. ഗൂഗിൾ അരുൺ, ഒരു മണിക്കൂറുകൾ അപ്പുറമാകുന്നു ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്ര സമയമായിട്ടും ജില്ലാ നേതാക്കൾക്ക് ആർക്കും ഈ പ്രവർത്തകരെ, അതും ഒരു കേഡർ പാർട്ടിയിലെ ഈ പ്രവർത്തകരെന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രതിനിധികളായ അത്തരത്തിൽ പ്രാദേശിക നേതാക്കളായ ആളുകളെ നിയന്ത്രിക്കാനാവുന്നില്ലേ?
എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഏത് രീതിയിൽ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ പ്രവർത്തകർ തമ്മിൽ ഇപ്പോഴും തമ്മിൽ ദൂരെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച, പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിലേക്ക് അടക്കം പോവുകയാണ്. ഈ പ്രശ്നം എന്തുകൊണ്ട് ഈ സമ്മേളന വേദിയിലേക്ക് പുറത്തേക്ക് ഈ രീതിയിൽ പോയി എന്നുള്ളതാണ് അത് നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും പാർട്ടി ഈ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോയവർക്കെതിരെ അച്ചടക്ക നടപടി അടക്കം ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുമ്പോഴും അത് എങ്ങനെ ആർക്കൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റിയെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ആ കമ്മിറ്റിയെ പൂർണ്ണമായും നേതൃത്വത്തിന് മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി സംവിധാനം കൊണ്ടുപോകാൻ കഴിയില്ല. എന്താണ് ഇനി സംസ്ഥാന നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതിലും. ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ പ്രവർത്തകരുടെ ഈ ചെറുപ്പക്കാരായ ഡിവൈഎഫ്ഐക്കാരായ പ്രവർത്തകരടക്കം ഇവിടെയൊക്കെ സംഘടിച്ചെത്തുകയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാലും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യവും സാമീപ്യവും അടക്കം ഉണ്ടായിട്ട് പോലും ഈ പ്രതിഷേധത്തിന് അയവില്ല. പ്രതിഷേധം ഇങ്ങനെ കനക്കുകയാണ്. പ്രതിഷേധം ഈ രീതിയിൽ തന്നെ പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും ഇനി ഈ രീതിയിൽ പാർട്ടി സംവിധാനത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ ഈ രീതിയിൽ ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. എന്തായാലും ഇപ്പോഴും ഈ വലിയ പ്രതിഷേധം വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഒരു ഘട്ടത്തിൽ പോലും അതിനെ ഒരു സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് കഴിയാതെ പോകുന്നു. CPM പോലും കേഡർ പാർട്ടിക്ക് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ ഇത്തരം അപജയത്തിലേക്ക് പോകേണ്ടി വന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതിൽ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞാൻ അല്പസമയം മുമ്പ് CPMന്റെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു. അവർ പറഞ്ഞത് കരുനാഗപ്പള്ളി പ്രശ്നം എന്തായാലും വെറുതെ വിടാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംസ്ഥാന നേതാക്കൾക്ക് അങ്ങനെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധം, വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ ഭൂമിയിലൂടെ തന്നെ അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ പുറത്തേക്ക് പോകുമ്പോഴും അവരുടെ വാഹനം ഉപേക്ഷിച്ച് ആണ് അവർ മടങ്ങിയത്. അതാണ് ഈ കണ്ട കാഴ്ച. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു നാട്ടിലെ ഒരു പാർട്ടി സംവിധാനത്തിലെ മുഴുവൻ പ്രവർത്തകർ ഇവിടെ എത്തി നിൽക്കുകയാണ്. എത്തി ഇവിടെ നിൽക്കുമ്പോൾ പോലും അവർക്ക് ഈ കാര്യത്തിൽ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോഴും കുലശേഖരപുരത്ത് തുടരുകയാണ്. നേതാക്കൾക്ക് നേരെ പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ചെത്തിയുള്ള പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും CPMന്റെ സമ്മേളനങ്ങളിൽ അങ്ങേയറ്റം രഹസ്യാത്മകത പുലർത്തുന്ന ഈ ചർച്ചകൾ പോലും പുറത്തറിയാതെ മുറിയടച്ചുള്ള ചർച്ചകൾ നടക്കുന്നിടത്താണ് ഇവിടെ CPMന്റെ ഒരു ലോക്കൽ സമ്മേളനത്തിൽ കൊല്ലത്ത് കുലശേഖരപുരത്തെ ലോക്കൽ സമ്മേളനത്തിൽ തമ്മിൽ തല്ലും, നേതാക്കളെ പൂട്ടിയിടലും, അതിനുശേഷം മാധ്യമങ്ങളെ പഴിയായിരുന്നു. മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കണ്ടത് സംസ്ഥാന നേതാവിൻ്റെ വാഹനത്തിന് മുന്നിലും പിന്നിലും നിൽക്കുന്നു. ഒപ്പം അവരെ പുറത്തേക്ക് ഇറങ്ങാനാവാതെ നടന്ന് മറ്റൊരു വഴിയിലെത്തി വാഹനത്തിൽ കയറി പോകേണ്ട അവസ്ഥയിലേക്ക് കൊല്ലം കുലശേഖരപുരത്തെ CPMന്റെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. വനിതാ നേതാക്കളുടെ അടക്കം പ്രതികരണം കേട്ടതാണ്. അവർക്ക് അനഭിമതനായ, അല്ലെങ്കിൽ നേതാക്കൾക്ക് അനഭിമതനായ ഒരു ലോക്കൽ സെക്രട്ടറിയെ പ്രതിഷ്ഠിക്കുന്നു. അതിൽ വലിയ അമർഷം ആ പ്രദേശത്തുള്ള ആളുകൾ ഉയർത്തുകയും ചെയ്തു.